We discuss topics related to module 4. This is a syllabus application of refrigeration that it is domestic refrigerators, water coolers, ice plants, cold storages, then food preservation methods, then refrigeration system components like compressor, condenser, expansion devices, evaporators, cooling towers. ദെൻ ലാസ്റ്റ് പാർട്ട് ഈസ് റെഫ്രിജറൻറ്റ് ലീക്കേജ് ആൻഡ് ഡിറ്റക്ഷൻ. ഇപ്പം നമ്മൾ മോഡ്യൂൾ 4 കടന്നു. മോഡ്യൂൾ 4 സിലബസ് ഈ കാണുന്ന രീതിയിൽ ചെറുതാണെങ്കിലും നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യം റെഫ്രിജറേഷൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം റെഫ്രിജറേഷൻസിലെ കമ്പോണൻസ് നമുക്കറിയാം. ഇവാപ്പറേറ്റർ ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, കംപ്രസർ ഉണ്ട്, എക്സ്പാൻഷൻ ഡിവൈസസ് ഉണ്ട്. അപ്പം അത് ആ ഓരോ ഡിവൈസിൻ്റെയും ഡിഫറെൻറ്റ് ടൈപ്സുകൾ ഒക്കെയാണ് നമ്മൾ പഠിക്കുക. ദെൻ ലാസ്റ്റ് റെഫ്രിജറൻറ്റ് ലീക്കേജ് ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഡിറ്റക്ട് ചെയ്യാമെന്ന് പഠിക്കുന്നു, അതിനുള്ള മെത്തേഡ്സ് പഠിക്കുന്നു. ദെൻ ചാർജിങ് ഓഫ് ദ റെഫ്രിജറൻറ്റ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കുന്നു. ദെൻ ലാസ്റ്റ് സിസ്റ്റം കൺട്രോൾസ്, റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കൺട്രോൾസ് അതെന്തൊക്കെയാണെന്നുള്ളതും നോക്കുന്നു. നമുക്ക് ആദ്യം റെഫ്രിജറേഷൻ സിസ്റ്റം കമ്പോണൻസ് എന്ന ടോപ്പിക്കിലേക്ക് പോകാം. റെഫ്രിജറേഷൻ സിസ്റ്റത്തിലെ ഓരോ കമ്പോണൻസ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇവാപ്പറേറ്റർ. നമുക്കറിയാം റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്, ഒരു പാർട്ടാണ് ഇവാപ്പറേറ്റർ. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഈ കാണുന്നതെല്ലാം ഇവാപ്പറേറ്ററിൻ്റെ കോയിൽസാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇവാപ്പറേറ്റർ നമുക്ക് ഓൾറെഡി അറിയാം. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവാപ്പറേറ്റർ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. Types of evaporator. First of all, based on the type of construction. കൺസ്ട്രക്ഷൻ്റെ ബേസിൽ നമ്മൾ ഇവാപ്പറേറ്റർ ആദ്യം ക്ലാസിഫൈ ചെയ്യുന്നു. ബെയർ ട്യൂബ് കോയിൽ ഇവാപ്പറേറ്റർ, ഫിൽഡ് ട്യൂബ് ഇവാപ്പറേറ്റർ, പ്ലേറ്റ് ഇവാപ്പറേറ്റർ, ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്റർ, ഷെൽ ആൻഡ് കോയിൽ ഇവാപ്പറേറ്റർ, ട്യൂബ് ഇൻ ട്യൂബ് ഇവാപ്പറേറ്റർ. ഇനി അടുത്തത് അക്കോർഡിംഗ് ടു ദ മാനർ ഇൻ വിച്ച് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഈസ് ഫെഡ്. അതിൽ ഫ്ലഡ് ഇവാപ്പറേറ്റർ ഉണ്ട്, ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ ഉണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, നാച്ചുറൽ കൺവെക്ഷൻ ഉണ്ട്, ഫോഴ്സ്ഡ് കൺവെക്ഷൻ ഉണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഫ്രോസ്റ്റിംഗ് ഉണ്ട്, നോൺ ഫ്രോസ്റ്റിംഗ് ഉണ്ട്, ലാസ്റ്റ് ഡീഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഇവാപ്പറേറ്റേഴ്സാണ് നമുക്ക് അതിൻ്റെ വർക്കിംഗ് എന്താണ്, ഓരോ ഇവാപ്പറേറ്റർ എന്താണ് എന്നുള്ളത് നോക്കാൻ പോവുക. അപ്പോൾ ആദ്യം ബെയർ ട്യൂബ് കോയിൽ ഇവാപ്പറേറ്റർ. ആ പേരിൽ തന്നെ ഉണ്ട്. ഇവിടെ ഇവാപ്പറേറ്റർ ഒരു കോയിൽ ഫോമിലാണ്, അതിനൊരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണുള്ളത്. മാത്രമല്ല അത് ബെയർ ട്യൂബാണ്. മീൻസ് ആ ട്യൂബിനോട് മറ്റൊന്നും അറ്റാച്ച് ചെയ്തിട്ടൊന്നും ഇല്ലാതെ അത് ഒരു ബെയർ ട്യൂബായിട്ടിരിക്കുന്നു. ആദ്യം എൻ്റെ ഒരു ഡയഗ്രം നോക്കാം. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒരു ട്യൂബ്, ആ ട്യൂബിനെ നമ്മളൊരു കോയിൽ ഷേപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ആ ട്യൂബിൻ്റെ ഒരു എൻഡിൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എൻ്റർ ചെയ്യുന്നു. ആ ട്യൂബിൻ്റെ ഒരു എൻഡിൽ കൂടെ വേപ്പർ റെഫ്രിജറൻറ്റ് എക്സിറ്റ് ആവുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഇവാപ്പറേറ്റർ. ഇപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റ് ഏത് സ്പേസ് ആണോ കൂൾ ചെയ്യേണ്ട ആ സ്പേസിൽ നിന്ന് ലേറ്റൻറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോൾ ലിക്വിഡ് ടു വേപ്പർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു. ദെൻ ആ വേപ്പർ കംപ്രസറിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് ബെയർ ട്യൂബ് കോയിൽ ഇവാപ്പറേറ്റർ. ഈ രീതിയിൽ ഒരു ട്യൂബിലേക്ക് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. ആ ട്യൂബിനെ ഒരു കോയിൽ ഫോമിൽ വെച്ചിരിക്കുന്നു. ഓക്കെ, ദെൻ ദിസ് ടൈപ്പ് ഓഫ് ഇവാപ്പറേറ്റർ ഓഫേഴ്സ് റിലേറ്റീവ്ലി ലിറ്റിൽ സർഫസ് കോണ്ടാക്ട് ഏരിയ ആൻഡ് ദ എമൗണ്ട് ഓഫ് സർഫസ് ഏരിയ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ സിംപ്ലി എക്സ്റ്റെൻഡിങ് ദ ലെങ്ത് ഓഫ് ദ ട്യൂബ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സർഫസ് ഏരിയ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കുറവാണ് എന്നുള്ളതാണ്. പക്ഷെ അത് പരിഹരിക്കാൻ ട്യൂബിൻ്റെ ലെന്ത് കൂട്ടുന്നത് നല്ലതാണ്. പക്ഷേ അത് പ്രാക്ടിക്കലി ട്യൂബിൻ്റെ ലെന്ത് ഒരു ലിമിറ്റിൽ കൂടുതൽ കൂട്ടാൻ സാധിക്കില്ല. ഇനി ഈ ട്യൂബിൻ്റെ നീളം വളരെ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നോക്കാൻ പോവുക. The liquid refrigerant will tend to completely vaporize early in its progress through the tube, thus leading to excessive superheating.
അപ്പോൾ ട്യൂബിന് വളരെ നീളം കൂടിക്കഴിഞ്ഞാൽ ആ ട്യൂബിൻ്റെ ഒരു പകുതിയോ അല്ലെങ്കിൽ മുക്കാൽ പോർഷനിലോ എത്തുമ്പോഴേക്കും റെഫ്രിജറൻ്റ് കംപ്ലീറ്റ് ആയിട്ട് വേപ്പർ ഫോമിലേക്ക് മാറിയെന്ന് വരാം. പിന്നീട് ഫർദർ ഫ്ലോ ചെയ്യുമ്പോൾ ഹീറ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എക്സസീവ് ആയിട്ടൊരു സൂപ്പർ ഹീറ്റിങ്ങിന് സാധ്യതയുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ട്യൂബിൻ്റെ നീളം ഒരു ലിമിറ്റിൽ കൂടുതൽ കൂട്ടാൻ സാധിക്കില്ല. ദെൻ ഇഫ് ദ ട്യൂബ് ഡയമീറ്റർ ഈസ് ടു ലാർജ്, ഇനി ട്യൂബിന് ആ ഉപയോഗിക്കുന്ന ട്യൂബ് അതിൻ്റെ ഡയമീറ്റർ ലാർജ് ആയാൽ എന്ത് സംഭവിക്കും? ദ റെഫ്രിജറൻ്റ് വെലോസിറ്റി വിൽ ബി ടു ലോ ആൻഡ് ദ വോളിയൂം ഓഫ് റെഫ്രിജറൻറ്റ് വിൽ ബി ടു ഗ്രേറ്റ്. അങ്ങനെ വന്നാൽ ഡയമീറ്റർ ഓൾറെഡി കൂടുതലായതുകൊണ്ട് തന്നെ റെഫ്രിജറൻ്റ് വോളിയം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഫ്ലോ ചെയ്യുന്ന റെഫ്രിജറൻ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് കുറവുമായിരിക്കും. മേ അലൗ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ടു എൻ്റർ ദ സക്ഷൻ ലൈൻ വിത്ത് പോസിബിൾ ഡാമേജ് ടു ദ കംപ്രസർ. അപ്പം അങ്ങനെ ഡയമീറ്റർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂടുതൽ ഫ്ലോ റേറ്റിൽ റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്റർ കോയിലൂടെ പാസ് ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ കംപ്ലീറ്റ് ആയിട്ടൊരു വേപ്പറൈസേഷൻ നടന്നു വരില്ല. അങ്ങനെ സംഭവിച്ചാൽ ലിക്വിഡ് കംപ്രസറിൽ എൻട്രി ചെയ്യാനും കംപ്രസർ കേടാകാനുമുള്ള സാധ്യതയുണ്ടാകും. ദെൻ ഇഫ് ട്യൂബ് ഡയമീറ്റർ ഈസ് ടു സ്മോൾ, ട്യൂബിൻ്റെ ഡയമീറ്റർ വളരെ സ്മോൾ ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? ദ പ്രഷർ ഡ്രോപ്പ് ഡ്യൂ ടു ഫ്രിക്ഷൻ മേ ബി ടു ഹൈ ആൻഡ് വിൽ റെഡ്യൂസ് ദ സിസ്റ്റം എഫിഷ്യൻസി. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രഷർ ഡ്രോപ്പിന് കാരണമാകും, ട്യൂബിൻ്റെ ഡയമീറ്റർ വളരെ ചെറുതാണ് എങ്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് ബെയർ ട്യൂബ് കോയിൽ ഇവാപ്പറേറ്റർ. അടുത്തതാണ് ഫിൻഡ് ഇവാപ്പറേറ്റർ. ആ പേരിൽ തന്നെ ഉണ്ട് ഫിൻസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇവാപ്പറേറ്ററാണ് ഫിൻഡ് ഇവാപ്പറേറ്റർ. നമുക്ക് ഡയഗ്രം നോക്കാം. ഈ കാണുന്ന രീതിയിൽ നേരത്തെ കണ്ട ബെയർ ട്യൂബ് കോയിൽ ഇവാപ്പറേറ്റർ തന്നെയാണ്. ഔട്ടിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റ് കൂട്ടാൻ നമ്മൾ ഫിൻസ് വെക്കുന്നു. കാരണം ഫിൻസ് വെക്കുമ്പോൾ സർഫസ് ഏരിയ കൂടുന്നു. സർഫസ് ഏരിയ കൂടുന്നത് മൂലം കൂടുതൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. അപ്പം അതുകൊണ്ട് ഫിൻസ് ഈ കാണുന്ന രീതിയിൽ റെഫ്രിജറൻറ്റ് കോയിലുകളിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. റെഫ്രിജറൻറ്റ് കോയിലിൻ്റെ ഒരു എൻഡിൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എൻ്റർ ചെയ്യുന്നു. കോയിലിൻ്റെ എക്സിറ്റിൽ വേപ്പർ റെഫ്രിജറൻറ്റ് വരുന്നു. ആ വേപ്പർ റെഫ്രിജറൻറ്റ് പിന്നീട് കംപ്രസറിലേക്ക് ഫ്ലോ ചെയ്യുന്നു. It consists of bare tubes or coils over which the metal plates or fins are fastened. Okay, then metal fins are constructed of thin sheets of metal having good thermal conductivity. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ആ ഫിൻസിന് തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കണം, എങ്കിലേ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആകൂ. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് കോയിൽസ്, ഇവാപ്പറേറ്റർ കോയിൽസ്. ഔട്ടിലേക്ക് ഫിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി ദ ഷേപ്പ്, സൈസ് ഓർ സ്പേസിംഗ് ഓഫ് ദ ഫിൻസ് ക്യാൻ ബി അഡാപ്റ്റഡ് ടു പ്രൊവൈഡ് ബെസ്റ്റ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഫോർ എ ഗിവൺ ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഫിന്നിൻ്റെ ഷേപ്പ്, ഫിന്നിൻ്റെ സൈസ്, തിക്നെസ്, അതുപോലെ തന്നെ ഫിന്നുകൾ തമ്മിലുള്ള സ്പേസിങ്, ഇതെല്ലാം ഒരു പ്രോപ്പർ രീതിയിൽ വെക്കും. എന്തിനു വേണ്ടി? മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആക്കാൻ വേണ്ടി. ഓക്കെ, ഫിൻസ് ഗ്രേറ്റ്ലി ഇൻക്രീസ് ദ കോണ്ടാക്ട് സർഫസ് ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ. നമുക്കറിയാം ഫിൻസ് വെക്കുന്നതുകൊണ്ട് സർഫസ് ഏരിയ കൂടുന്നു ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള. അടുത്തതാണ് പ്ലേറ്റ് ഇവാപ്പറേറ്റർ. ആദ്യം ഡയഗ്രം നോക്കാം. ഈ കാണുന്ന രീതിയിൽ ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബെയർ ട്യൂബ് കോയിൽ ഇവാപ്പറേറ്റർ തന്നെയാണ്. പക്ഷേ ഈ കോയിൽ അല്ലെങ്കിൽ ഈ ട്യൂബിലേക്ക് ഒരു പ്ലേറ്റ് വെൽഡ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇവാപ്പറേറ്ററാണ് ഈ കാണുന്നത്. ഇങ്ങനെ പ്ലേറ്റ് വെൽഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ കൂട്ടാൻ സാധിക്കുന്നു. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇവാപ്പറേറ്റർ ദ കോയിൽസ് ആർ ഐദർ വെൽഡഡ് ഓൺ വൺ സൈഡ് ഓഫ് എ പ്ലേറ്റ് ഓർ ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ് വിച്ച് ആർ വെൽഡഡ് ടുഗദർ അറ്റ് ദ എഡ്ജസ്. അപ്പോൾ നേരത്തെ ഈ ഡയഗ്രത്തിൽ കണ്ട പോലെ ഒന്നുകിൽ ഒരു പ്ലേറ്റിലേക്ക് ഇവാപ്പറേറ്ററിൻ്റെ കോയിൽ വെൽഡ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഇവാപ്പറേറ്ററിൻ്റെ കോയിൽ വെൽഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ രീതിയിൽ സർഫസ് ഏരിയ കൂട്ടിക്കൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം പോസിബിൾ ആക്കുക.
The plate evaporators are generally used in household refrigerators, home freezers, beverage coolers, ice cream cabinets, etc. ഈ കാണുന്നതാണ് ഇവാപ്പറേറ്റർ കോയിൽ പ്ലേറ്റുമായിട്ട് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഡയഗ്രാം. ഇനി അടുത്തതാണ് ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്റർ. ഡയഗ്രാം നോക്കാം. ഈ കാണുന്നതാണ് ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്ററിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് ലിക്വിഡ് റെഫ്രിജറൻ്റ് ഉണ്ട്. ഈ ലിക്വിഡ് റെഫ്രിജറൻ്റ് ഈ ഷെല്ലിലേക്ക് എൻട്രി ചെയ്യുന്നു. ഷെല്ലിലേക്ക് എൻട്രി ചെയ്തതിന് ശേഷം അത് ഈ കാണുന്ന ട്യൂബിലൂടെയൊക്കെ കടന്നു പോകുന്നു. ട്യൂബിലൂടെ കടന്നുപോയി ഏറ്റവും അവസാനം വേപ്പർ റെഫ്രിജറൻ്റ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലിക്വിഡ് റെഫ്രിജറൻ്റ് ഈ ഷെല്ലിൻ്റെ ഒരു വശത്തൂടെ എൻട്രി ചെയ്യുന്നു, ഒരു വശത്തൂടെ വേപ്പർ റെഫ്രിജറൻ്റ് എക്സിറ്റ് ആവുന്നു. ഓക്കെ, നമുക്കിവിടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ബ്രൈൻ സൊല്യൂഷൻ ആകാം, അല്ലെങ്കിൽ വാട്ടർ ആകാം, അതിനെ കൂൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഡയറക്റ്റ് റെഫ്രിജറൻ്റ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കില്ല നമുക്ക് സ്പേസ് കൂൾ ചെയ്യേണ്ടത്. മറിച്ച് റെഫ്രിജറൻ്റ് ഒരു സെക്കൻഡറി റെഫ്രിജറൻറ്റിനെ കൂൾ ചെയ്തിട്ട് ആ സെക്കൻഡറി റെഫ്രിജറൻ്റ് ആണ് ഏത് സ്പേസ് ആണോ കൂൾ ചെയ്യേണ്ട ആ ഒരു പോർഷനിലേക്ക് പോവുക. അപ്പം അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് സെക്കൻഡറി റെഫ്രിജറൻ്റായ ലിക്വിഡ് ഈ ഷെല്ലിലേക്ക് എൻട്രി ചെയ്യുന്നു. ദെൻ ആ ലിക്വിഡ് ഈ ട്യൂബിനെ പുറത്തോടെ ഒഴുകുന്നു. ട്യൂബിനോട് പുറത്തോടെ ഒഴുകി അത് തണുത്ത് ഒരു ചിൽഡ് ആയിട്ടുള്ള ലിക്വിഡ് ഈ ട്യൂബിൽ നമുക്ക് എക്സിറ്റ് ആവുന്നു. ഓക്കെ, പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ റെഫ്രിജറൻ്റ് ഫ്ലോ എന്ന് നോക്കാം. അപ്പോൾ ലിക്വിഡ് റെഫ്രിജറൻ്റ് എൻട്രി ചെയ്യുന്നു, അതിനുശേഷം ഈ ട്യൂബിലെല്ലാം ലിക്വിഡ് റെഫ്രിജറൻ്റ് ഫില്ലാവുന്നു. ഈ കാണുന്ന ഹൊറിസോണ്ടൽ ട്യൂബ്സിലെല്ലാം ലിക്വിഡ് റെഫ്രിജറൻ്റ് ഫില്ലാവുന്നു. അങ്ങനെ ഫില്ലാവുന്നു. ദെൻ വേപ്പർ റെഫ്രിജറൻ്റ് എക്സിറ്റ് ആവുന്നു. അപ്പോൾ ഈ എൻട്രി ചെയ്യുന്ന ലിക്വിഡ് ഈ ട്യൂബിന് പുറത്തുകൂടി ഒഴുകുന്നു. ട്യൂബിന് പുറത്തുകൂടി ഒഴുകുമ്പോൾ ആ ഒരു ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കാണുന്ന ബാഫിൾ പ്ലേറ്റ്സ് വെക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന ലിക്വിഡ് ഈ ട്യൂബിന് പുറത്തുകൂടി ഒഴുകി ഇങ്ങനെ ഒരു ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ഇങ്ങനെ ഒഴുകി റൈറ്റ് എൻഡിലേക്ക് പോകുന്നു. റൈറ്റ് എൻഡിലേക്ക് പോകുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ മൂലം ആ എൻട്രി ചെയ്ത ഹോട്ടായിട്ടുള്ള ലിക്വിഡ് ഒരു കോൾഡ് ലിക്വിഡായിട്ട് ഈ ട്യൂബിൽ നിന്ന് എക്സിറ്റ് ആവുന്നു. അപ്പോൾ അത് തണുക്കുന്നത് മൂലം സ്വാഭാവികമായിട്ടും റെഫ്രിജറൻ്റ് ഹീറ്റ് ആവുന്നു. ഇങ്ങനെ ഹീറ്റഡ് ആയിട്ടുള്ള റെഫ്രിജറൻ്റ് എന്ത് സംഭവിക്കുന്നു, അതിന് ഫേസ് ചേഞ്ച് സംഭവിക്കുന്നു. അത് വേപ്പർ ഫോമിലേക്ക് മാറുന്നു. ദെൻ ആ വേപ്പർ ഫോമിലേക്ക് മാറിയത് എക്സിറ്റ് ആവുന്നു. കാരണം വേപ്പറിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ അത് ട്യൂബിൽ നിന്ന് ഗ്രാജുവലി മുകളിലേക്ക് വന്ന് ടോപ്പ് പോർഷനിലായിരിക്കും വരിക. ഓക്കെ, ഇനി ഈ ബാഫിൾ പ്ലേറ്റ്സ് നമ്മൾ വെച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൂൾ ചെയ്യേണ്ട ലിക്വിഡ് ആ ലിക്വിഡിന് ഒരു ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റെഫ്രിജറൻറ്റും ലിക്വിഡും തമ്മിലുള്ള ആ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അതാണ് ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ. It consists of a number of horizontal tubes enclosed in a cylindrical shell. ഈ കാണുന്ന രീതിയിൽ ഹൊറിസോണ്ടൽ ട്യൂബുകളുണ്ട്, അത് ഈ ഷെല്ലിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നു. The inlet and outlet headers with perforated metal tubes sheets are connected at each end of the tubes. ഈ കാണുന്ന രീതിയിൽ ഒരു ഇൻലെറ്റും ഉണ്ട്, ആ ഷെല്ലിലേക്ക് കണക്ട് ചെയ്തു. അതുപോലെ ഒരു എക്സിറ്റും ഉണ്ട്, റെഫ്രിജറൻ്റ് ഇൻലെറ്റും റെഫ്രിജറൻ്റ് എക്സിറ്റും. ഈ കാണുന്നതാണ് ഷെൽ ആൻഡ് ട്യൂബ്. ദീസ് ഇവാപ്പറേറ്റേഴ്സ് ആർ ജനറലി യൂസ് ടു ചിൽ വാട്ടർ ഓർ ബ്രൈൻ സൊല്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻട്രി ചെയ്യുന്ന ബ്രൈൻ സൊല്യൂഷൻ, അത് ഹോട്ടായിട്ടുള്ള ബ്രൈൻ സൊല്യൂഷനെ കൂൾ ചെയ്ത് ഒരു ലോ ടെമ്പറേച്ചറിലുള്ള ബ്രൈൻ സൊല്യൂഷനായിട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുക. When it is operated as a dry expansion evaporator, the refrigerant circulates through the tubes and the liquid to be cooled fills the space around the tubes within the shells. When it is operated as a flooded evaporator, the water or brine flows through the tubes and the refrigerant circulates around the tubes. അപ്പോൾ എന്താണ് ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ എന്നുള്ളത്, ഫ്ലഡ് ഇവാപ്പറേറ്റർ എന്നുള്ളത്? നമ്മളത്
അടുത്ത വീഡിയോയിലായിട്ട് കാണും. ഇവാപ്പറേറ്റർ സെക്ഷനിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പറയാം. ദെൻ ഷെൽ ആൻഡ് കോയിൽ ഇവാപ്പറേറ്റർ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്ന രീതിയിൽ ഒരു ഷെല്ലുണ്ട്. ദെൻ അതിനകത്ത് ഒരു കോയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കോയിൽ കൂടിയാണ് നമുക്ക് റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുക. അപ്പോൾ ആ റെഫ്രിജറൻറ്റ് ഈ കോയിലിൽ കൂടെ എൻ്റർ ചെയ്യുന്നു. ദെൻ വേപ്പർ ഫോമിലേക്ക് മാറുന്നു. ആ വേപ്പർ എക്സിറ്റ് ആവുന്നു. ഓക്കെ, ഇനി നമുക്ക് കൂൾ ചെയ്യേണ്ട, ഇവിടെയും നമ്മൾ ഒരു സെക്കൻഡറി റെഫ്രിജറൻറ്റ് ആണ് കൂൾ ചെയ്യാൻ ഉദ്ദേശിക്കുക. അപ്പോൾ ആ സെക്കൻഡറി റെഫ്രിജറൻറ്റ് ഹോട്ടായിട്ടുള്ള റെഫ്രിജറൻറ്റ് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഈ കൂളിംഗ് കോയിലിൽ കൂടി അത് പാസ്സാവുന്നു. കൂളിംഗ് കോയിലിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിന് ടെമ്പറേച്ചർ കുറയുന്നു. അങ്ങനെ കോൾഡ് ആയിട്ടുള്ള വാട്ടർ എക്സിറ്റ് ആവുന്നു. ഓക്കെ, അങ്ങനെ ഈ ഹോട്ടായിട്ടുള്ള വാട്ടർ എൻ്റർ ചെയ്യുന്നു. കോൾഡ് ആയിട്ടുള്ള വാട്ടർ എക്സിറ്റ് ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് ഹീറ്റ് എക്സ്ചേഞ്ച് സംഭവിക്കുന്നു. അങ്ങനെ ആ ഹീറ്റ് ഈ റെഫ്രിജറൻറ്റ് കൊടുക്കുന്നു. അങ്ങനെ ലിക്വിഡ് റെഫ്രിജറൻറ്റ് വേപ്പർ റെഫ്രിജറൻറ്റ് ആവുന്നു. ആ വേപ്പർ റെഫ്രിജറൻറ്റ് കംപ്രസറിൻ്റെ സക്ഷൻ പൈപ്പിലേക്ക് പോകുന്നു. ഓക്കെ, ആ ഷെൽ ആൻഡ് കോയിൽ ഇവാപ്പറേറ്ററിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നേരത്തെ ഷെൽ ആൻഡ് ട്യൂബുമായിട്ട് നോക്കുകയാണെങ്കിൽ വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ റെഫ്രിജറൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഒരു കോയിലിൽ കൂടെ ആയിരിക്കും. Then the cooling coil is a continuous tube that can be in the form of a single or double spiral. The shell may be sealed or open. Okay, both type of evaporators are usually used where small capacity liquid cooling is required. ഇപ്പോൾ ഈ രണ്ട് ഇവാപ്പറേറ്ററും ഷെൽ ആൻഡ് കോയിൽ ഇവാപ്പറേറ്റർ ഉണ്ട്. അത് രണ്ട് അറേഞ്ച്മെൻ്റ് ആണ് എന്നേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് അറേഞ്ച്മെൻ്റുള്ള ഇവാപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്തത് സ്മോൾ കപ്പാസിറ്റി പർപ്പസിന് വേണ്ടിയാണ്. അടുത്തതാണ് ട്യൂബ് ഇൻ ട്യൂബ് ഓർ ഡബിൾ ട്യൂബ് ഇവാപ്പറേറ്റർ അറേഞ്ച്മെൻറ്റ് നോക്കാം. ഈ കാണുന്ന രീതിയിൽ രണ്ട് കോൺസെൻട്രിക് ആയിട്ടുള്ള ട്യൂബുകൾ, ആ ട്യൂബിനെ നമ്മൾ ഒരു കോയിൽ ഫോമിലേക്ക് മാറ്റിയതാണ് ഈ കാണുന്നത്. അതായത് ഒരു ട്യൂബ് പോകുന്നു, അതിന് കോൺസെൻട്രിക് ആയിട്ട് അതിന് മറ്റൊരു ട്യൂബും പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ ഹീറ്റ് എക്സ്ചേഞ്ചറൊക്കെ പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് റെഫ്രിജറൻ്റ് ഉണ്ട്. ആ റെഫ്രിജറൻ്റ് എൻ്റർ ചെയ്യുന്നു ഔട്ടർ ട്യൂബിൽ കൂടെ. എന്നിട്ട് ആ റെഫ്രിജറൻ്റ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഏറ്റവും അവസാനം എക്സിറ്റ് ആവുന്നു. ഇനി നമുക്ക് കൂൾ ചെയ്യേണ്ട ലിക്വിഡ്, അത് മേ ബി ഒരു സെക്കൻഡറി റെഫ്രിജറൻ്റ് ആകാം. ആ കൂൾ ചെയ്യേണ്ട ലിക്വിഡ് എൻ്റർ ചെയ്യുന്നു. അത് ഇന്നർ ട്യൂബിൽ കൂടെ എൻ്റർ ചെയ്യുന്നു. ദെൻ ഫ്ലോ ചെയ്യുന്നു. ഏറ്റവും അവസാനം അത് എക്സിറ്റ് ആവുന്നു. ഇപ്പോൾ ഈ ഒരു ഡബിൾ ട്യൂബ് അല്ലെങ്കിൽ ട്യൂബ് ഇൻ ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് കൂൾ ചെയ്യേണ്ട ലിക്വിഡ് ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുക. ഓക്കെ, കാരണം കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിനാണ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് റെഫ്രിജറൻ്റ് ഔട്ടർ ട്യൂബിൽ കൂടെ കടന്നു പോകുന്നു. ഇന്നർ ട്യൂബിൽ കൂടെ കൂൾ ചെയ്യേണ്ട ലിക്വിഡ് കടന്നു പോകുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വൺ ട്യൂബ് ഇൻസൈഡ് അനദർ ട്യൂബ്. അതാണ് ഞാൻ പറഞ്ഞത്, കോൺസെൻട്രിക് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. അകത്തൊരു ട്യൂബ് ഉണ്ടാകും, അതിന് കോൺസെൻട്രിക് ആയിട്ട് പുറത്ത് മറ്റൊരു ട്യൂബ് ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് ലിക്വിഡ്, അതായത് നമുക്ക് കൂൾ ചെയ്യേണ്ട ലിക്വിഡും റെഫ്രിജറൻറ്റും തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല. അപ്പം അവർ തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ഈ ഒരു ഇൻ്റർഫേസ് മൂലമാണ്. അതായത് ലിക്വിഡിനെയും നമുക്ക് കൂൾ ചെയ്യേണ്ട ലിക്വിഡിനെയും റെഫ്രിജറൻറ്റിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തത് ഈ ഇന്നർ ട്യൂബിൻ്റെ സർഫസാണ്. അപ്പോൾ ആ ഇന്നർ ട്യൂബിൻ്റെ സർഫസാണ് ഹീറ്റ് ട്രാൻസ്ഫർ അവർ തമ്മിലൊരു സെപ്പറേഷൻ, ഒരു ബാരിയർ എന്ന രീതിയിൽ വെക്കുക. ഓക്കെ, ട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും കോപ്പർ അലുമിനിയം പോലെ തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലായിട്ടുള്ള ട്യൂബ് ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എളുപ്പം നടക്കും. Okay, the liquid to be cooled flows through the inner tube while the refrigerant circulates in the space between the two tubes. This evaporator provides high heat transfer rate. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇവാപ്പറേറ്റർ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടുതൽ തരുന്നതിന് കാരണം ഇതൊരു കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആയതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ട്യൂബ് ഇൻ ട്യൂബ് ഇവാപ്പറേറ്റർ.
they require more space than shell and tube evaporator of the same capacity. ഇനി ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ട്യൂബിൻ ട്യൂബ് അല്ലെങ്കിൽ ഡബിൾ ട്യൂബ് ഇവാപ്പറേറ്ററിന് കുറച്ചും കൂടെ സ്പേസ് ആവശ്യമാണ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത ഇവാപ്പറേറ്റേഴ്സ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.